ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല എന്നുള്ളതുകൊണ്ട് പലർക്കും ഒരു അബദ്ധധാരണയുണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണെന്നൊരു തോന്നലുണ്ട്. പക്ഷേ +2 കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ ശരിക്കും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഈ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി ഉണ്ടോ ഡിപ്ലോമയുണ്ടോ എന്നുള്ളതിനേക്കാളും സർട്ടിഫിക്കേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എറിഗിൽ തന്നെയാണെങ്കിൽ പല കാറ്റഗറീസ് ഉള്ള ജോലി സാധ്യതകളുണ്ട് അതിനകത്ത്. അന്താരാഷ്ട്ര മേഖലകളിൽ, അതായത് നമ്മളിപ്പം ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യുന്ന രീതിയല്ലോ, നമ്മൾ പുറത്ത് ഉള്ള രാജ്യങ്ങളിലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇങ്ങനെ ഉള്ള ജോലി സാധ്യതകൾ കൂടുതലായതുകൊണ്ടും അവിടെ കൂടുതൽ ശമ്പളം കിട്ടുന്നതുകൊണ്ടും പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുതൽ, അവിടെ സാധ്യതകൾ കൂടുതലുമാണ്. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭൂമിക്കടിയിൽ നിന്നും പ്രകൃതിവാതകം, അസംസ്കൃത എണ്ണ എന്നിവ കണ്ടെത്തി കുഴിച്ചെടുത്ത് ശുദ്ധീകരിച്ച് അത് പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഫാക്ടറികളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്സ് എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. ഇതിനകത്ത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അസംസ്കൃത എണ്ണ, പിന്നെ പ്രകൃതിവാതകം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, ഇവയാണ് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് പല രീതിയിലുള്ള ശുദ്ധീകരണങ്ങളും പ്രോസസ്സിങ്ങും നടത്തി പല മേഖലയിലേക്ക് വിതരണം ചെയ്യുന്നത്. അത് ഒന്ന് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആവശ്യമായ പെട്രോള്, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, അതുപോലുള്ള ജെറ്റ് ഫ്യൂവൽ പോലുള്ള ഓയിലുകളായും അതോടൊപ്പം തന്നെ മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് പെട്രോ കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ പോലുള്ള ഇൻഡസ്ട്രിയിലുള്ള റോ മെറ്റീരിയലായിട്ടും ഇതിൻ്റെ പ്രോഡക്റ്റുകൾ പോകാറുണ്ട്. ശരിക്കും ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സാമ്പത്തിക മായ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രകൃതിവാതകം അല്ലെങ്കിൽ അസംസ്കൃത എണ്ണയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്, അതായത് റിഫൈനറികളിൽ നിന്നും വരുന്ന പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, ഇതിൻ്റെ അവസാന പ്രോഡക്റ്റുകളായ ഗ്രീസ്, ടാറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന പ്രോഡക്റ്റുകളാണ്. നമ്മൾ നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി ഒരു വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണ രീതിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എണ്ണ കുഴിച്ചെടുക്കുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും റിഗിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ സർവേ എന്നുള്ളതൊരു ഹൈ പ്രൊഫൈൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിന് ശേഷം വരുന്ന ഡ്രില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റിഗിലുള്ള ആക്ടിവിറ്റീസ്. റിഗിൽ തന്നെയാണെങ്കിൽ പല കാറ്റഗറീസ് ഉള്ള ജോലി സാധ്യതകളുണ്ട് അതിനകത്ത്. അത് ആദ്യം നമ്മൾ റോസ്റ്റർ ബോട്ട് എന്ന് പറഞ്ഞ ഏറ്റവും ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന അത് മുതൽ അതിൻ്റെ ഹയർ ലെവലിലുള്ള ഡ്രില്ലിംഗ് എഞ്ചിനീയർ വരെയുള്ള പൊസിഷനിൽ ഇതിന് മേഖലകളിൽ ജോലി ഉണ്ട്. അതിനകത്ത് എഞ്ചിനീയർ എന്നുള്ള സസ്യങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ പോലും മറ്റ് അതിൻ്റെ താഴെ ലെവലിലുള്ള ഡെറിക്മാൻ, അതിൻ്റെ താഴെയുള്ള റോസ്റ്റർ ബോട്ട് പോലുള്ള ജോലികളിൽ നമുക്ക് സ്കില്ലാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ളത്. സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ മേഖലകളിലേക്ക് നമുക്ക് ജോലിക്ക് പ്രവേശിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഇത് കുഴിച്ചെടുക്കുന്ന ഏരിയയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, പിന്നീട് ഇത് വരുന്ന റിഫൈനറിയിൽ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം നടക്കുന്ന അല്ലെങ്കിൽ റിഫൈനിങ് നടക്കുന്ന ഏരിയകളിൽ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ധാരാളം തൊഴിൽ സാധ്യതയുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ തന്നെ നമ്മൾ മേഖല എടുത്തു കഴിഞ്ഞാൽ ഹെൽപ്പർ, വെൽഡർ, ഫിറ്റർ, ഫാബ്രിക്കേറ്റർ, സൂപ്പർവൈസർ, പിന്നെ അതിന് മുകളിലേക്ക് സൂപ്പർവൈസറിൻ്റെ മുകളിൽ എഞ്ചിനീയറിംഗ് ആ ലെവലിലേക്കുള്ള കാറ്റഗറി വരും. പിന്നെ ഇൻസ്പെക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് മേഖലകളിൽ കൂടുതൽ സാധ്യതകളുണ്ട്. അതായത് ഓരോ മെറ്റീരിയലുകളുടെ അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കുന്നതിനും, ചെയ്തു വെച്ച മെറ്റീരിയൽ വെൽഡിങ് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയലുകളുടെ വെൽഡിങ്ങിൻ്റെ ഡിഫക്റ്റ് കണ്ടുപിടിക്കുന്നതിനും അതുപോലുള്ള ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തൊഴിൽ മേഖലകളുണ്ട്. പിന്നെ വിഷ്വലി നമ്മൾ കണ്ണുകൊണ്ട് നോക്കി കാര്യങ്ങൾ ഡ്രോയിങ് അനുസരിച്ചിട്ടാണോ ചെയ്തത് എന്ന് പരിശോധിക്കപ്പെടുന്നതിനുള്ള ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ് മേഖലകളിൽ തൊഴിൽ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ ഭാഗമുണ്ട്. അതുപോലെ പ്ലാനിംഗ് ഉണ്ട്, പ്രൊക്യൂർമെൻ്റ് ഉണ്ട്. ഇങ്ങനെ പല മേഖലകളിലും നമുക്ക് തൊഴിൽ കണ്ടെത്താവുന്നതാണ്. ഈ മേഖലകളിൽ നല്ല രീതിയിലുള്ള ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് സ്കില്ലും അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസേഷനുള്ള സർട്ടിഫിക്കറ്റുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ കൺസ്ട്രക്ഷനെ കുറിച്ച് എടുക്കുകയാണ്, കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷനിൽ അതിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അറിവ്, ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയലുകളാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അതിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകൾ, അതായത് വെസല്, കോളം, എക്സ്ചേഞ്ചർ, ഇതുപോലുള്ള എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കുന്നതിന് ഏത് രീതിയിലുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്, ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ റിവ്യൂ ചെയ്യുക, ഈ വിധ കാര്യങ്ങളൊക്കെ ഒരു സ്കില്ലാണ്. അതിനുള്ള ബേസിക് നോളജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റിംഗ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ഒരു പ്രധാനപ്പെട്ട, അത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അത് കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ്.
അത് ഒരു സ്കില്ല് ആവശ്യമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് ഇൻസ്പെക്ഷനും. ഈ മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലവും ആ ലൊക്കേഷനെ ബേസ് ചെയ്തിരിക്കും. കേരളത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ മലയാളത്തിൽ തന്നെ ആകാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ ജനറലി നമ്മൾ ഉപയോഗിക്കുന്നൊരു ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കാലക്രമേണ സാധാരണ നിലയിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ചാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇംഗ്ലീഷിലാണെങ്കിലും മറ്റു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത് ഹിന്ദിയിലാണ്. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷൻസിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വളരെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർക്ക് നല്ല രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. +2 കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസ് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ ശരിക്കും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖല എന്നുള്ളത് കൊണ്ട് പലർക്കും ഒരു അബദ്ധധാരണയുണ്ട്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്നൊരു മേഖലയാണെന്നൊരു തോന്നലുണ്ട്. പക്ഷേ ഇതിനകത്ത് എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ജോലികളുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ +2 കഴിഞ്ഞ ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന പല ഏരിയകളും ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്യുമെൻറ്റ് കൺട്രോളർ, അതുപോലെ NDT ടെക്നീഷ്യൻ എന്നുള്ള മേഖല ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടേഴ്സ്, അതിപ്പോൾ ഇപ്പോൾ എല്ലാ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സോ മാത്രമായിരിക്കില്ല. അവിടെ +2 കഴിഞ്ഞിട്ടുള്ള ആളുകളും ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ ഉള്ള കാലം മുഴുവനും അസിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ +2 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള സ്പെഷ്യൽ സർട്ടിഫിക്കേഷനുകളും എടുത്തു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നമുക്ക് ഡെവലപ്പായിട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് +2കാർക്ക് അപ്രാപ്യമായ ഒരു മേഖലയല്ല ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്. +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ ബയോ സയൻസോ അല്ലെങ്കിൽ ബയോമാസോ അങ്ങനെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇതിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അവർ കാര്യങ്ങൾ വായിക്കാനും കണ്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവ് വേണം എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഡിഗ്രി ആവശ്യമായിട്ടുള്ള ജോലികളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം അന്താരാഷ്ട്ര മേഖലകൾ, അതായത് നമ്മളിപ്പം ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യുന്ന രീതിയല്ലോ, നമ്മൾ പുറത്ത് ഉള്ള രാജ്യങ്ങളിലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ഇങ്ങനെ ഉള്ള ജോലി സാധ്യതകൾ കൂടുതലായതുകൊണ്ടും അവിടെ കൂടുതൽ ശമ്പളം കിട്ടുന്നതുകൊണ്ടും പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുതൽ, അവിടെ സാധ്യതകൾ കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ശരിക്കും ഇപ്പോൾ ആളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അതൊരു ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെ സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് അതിന് വേണ്ടൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വെയിറ്റേജ് CV-ക്ക് കിട്ടുന്നൊരു കാര്യമുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞത് സാധാരണ ഡിഗ്രിയുടെ കാര്യമാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ കഴിഞ്ഞവർക്ക് ഈ ഒരു മേഖലയിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി അപ്ഗ്രേഡ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും മനസ്സിലാക്കാനും, അതുപോലെ തന്നെ പല ഓയിൽ കമ്പനികളും കീ പൊസിഷനുകളിലേക്ക്, അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, ഡിസൈൻ എഞ്ചിനീയർ, ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ, പ്ലാനിംഗ് എഞ്ചിനീയർ, പ്രൊക്യൂർമെൻറ്റ് എഞ്ചിനീയർ, ഇതുപോലുള്ള മേഖലകളിലേക്കൊക്കെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതോടൊപ്പം എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ ഹോൾഡേഴ്സിനെയും ചൂസ് ചെയ്യാറുണ്ട്. അത് കഴിവും മറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ബേസ് ചെയ്തിട്ടാണ്, ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശനം ലഭിക്കുക. ഈ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിഗ്രി ഉണ്ടോ ഡിപ്ലോമയുണ്ടോ എന്നുള്ളതിനേക്കാളും സർട്ടിഫിക്കേഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു വെൽഡിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലിയാണെങ്കിൽ ഒരു +2കാരൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു +2കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ആ +2കാരന് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു സർട്ടിഫിക്കേഷൻ, നമ്മുടെ CSIP അല്ലെങ്കിൽ AWS പോലുള്ള സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അതിൻ്റേതായ വെയിറ്റേജും അത് ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടാനും, അത് ഈ മേഖലയിലൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഒരു വർക്ക് നടന്നു കഴിഞ്ഞാൽ വർക്ക് നടക്കുന്നതിന് മുമ്പ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു കോൺട്രാക്ടറുടെ എംപ്ലോയിക്ക് ക്ലയൻറ്റ് സൈഡിൽ നിന്നും അപ്രൂവൽ കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്നതിനേക്കാൾ ഉപരി ഈ മേഖലയിലുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇനി വെൽഡിങ്ങിൻ്റെ കാര്യം അല്ലാതെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ തന്നെ കോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അതായത് പെയിൻറ്റിങ് ഇൻസ്പെക്ഷൻ, കോട്ടിംഗ് ഇൻസ്പെക്ഷനാണ് ജനറലി പറയുന്നത്. കോട്ടിംഗ് ഇൻസ്പെക്ഷൻ മേഖലകളിൽ സാധാരണ ആളുകൾക്ക് അധികം ടെക്നിക്കൽ സ്കില്ലില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ കോട്ടിംഗ് മേഖല. ഈ കോട്ടിംഗ് മേഖലയിൽ +2 കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും എക്സ്പീരിയൻസ് പ്ലസ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. B-ഗ്യാസ്, NEIS, അത് ബ്രിട്ടീഷ് അമേരിക്കൻ അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. B-ഗ്യാസ് ആണെങ്കിൽ ബ്രിട്ടീഷ്, അല്ലെങ്കിൽ NEIS ആണെങ്കിൽ അമേരിക്കൻ അതോറിറ്റിയാണ്. ആ സർട്ടിഫിക്കറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ NEIS കഴിഞ്ഞവർക്കും B-ഗ്യാസ് കഴിഞ്ഞവർക്കും അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്നതിനേക്കാൾക്കുപരി അവരുടെ എക്സ്പീരിയൻസും ഈ ഒരു സർട്ടിഫിക്കേഷനും വളരെ പ്രാധാന്യമുണ്ട്. ഇനി റണ്ണിംഗ് പ്ലാന്റുകളിലുള്ള ഇൻസ്പെക്ഷൻ ജോലികൾക്കും ഇതേപോലെ തന്നെ API സർട്ടിഫിക്കേഷനുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ NDTയുടെ കേസാണെങ്കിലും NDT
അമേരിക്കൻ സൊസൈറ്റി ഫോർ നോൺ ഡിസ്ട്രിക്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ മേഖലയിൽ കടന്നു ചെല്ലാനും ജോലി തുടങ്ങുവാനും അതുപോലെ നിലനിന്ന് പോകാനും പറ്റുമെങ്കിലും വിദേശത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ഇപ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡിന് ഇക്വലൻ്റ് ആണ് PCN എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, അതും ഒരു സർട്ടിഫിക്കേഷനാണ്. PCN സർട്ടിഫിക്കേഷൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഉള്ളവർക്ക് അതിൻ്റേതായ വെയിറ്റേജ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കില്ല് കൊണ്ട് ഈ ജോലിയിൽ പ്രവേശിച്ച് തുടരുന്നതോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ടും ജോലിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും പ്രൊമോഷൻ കിട്ടാനും കൂടുതൽ സാലറി ഉള്ള ജോലിയിലേക്ക് കയറാനും നമുക്ക് സാധിക്കും. നമ്മൾ ഇപ്പോൾ മറ്റ് ജോലികളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ കൺസ്ട്രക്ഷൻ ആകട്ടെ, മെയിൻ്റനൻസ് ആകട്ടെ, ഫാബ്രിക്കേഷൻ ആകട്ടെ, അതുപോലെ റണ്ണിങ് പ്ലാന്റ് ആകട്ടെ, ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ നോൺ ഓയിൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും സാലറി കൂടുതലാണ്. പ്രധാനമായിട്ടും ഈ മേഖലകളിൽ നമ്മൾ അതിൻ്റേതായ സൂക്ഷ്മതയും സുരക്ഷിതത്വവും ഉള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ മറ്റുള്ള മേഖലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശമ്പളം അല്ലെങ്കിൽ സാലറി കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ള മേഖലയാണ്. 4 വർഷത്തെ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞിട്ട് ഈ മേഖലകളിൽ ജോലി ചെയ്യുന്നതുമായിട്ട് ഈ 4 വർഷം കോഴ്സ് പഠിക്കാതെ ഈ മേഖലയിൽ വരുന്നവരുമായിട്ടൊരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ലെവൽ വരെയുള്ള ജോലികൾക്ക് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലെവൽ വരെ, അതായത് ഇപ്പോൾ ഈ മേഖലയിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ചെയ്യാതെ നമ്മളൊരു +2 കഴിഞ്ഞിട്ട് ആ ലെവലിലേക്ക് മേഖലയിൽ എൻട്രി ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇനിഷ്യൽ ആയിട്ടുള്ള ജോലി എന്നുള്ള രീതിയിൽ അസിസ്റ്റൻ്റ് എൻഡിറ്റി ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് വെൽഡിംഗ് ഇൻസ്പെക്ടർ, QC ഇൻസ്പെക്ടർ ഇതുപോലുള്ള മേഖലകളിലേക്ക് നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് പ്രവേശിക്കപ്പെടുന്നത്. അപ്പം ഇതിനകത്ത് വ്യത്യാസം എന്താണെങ്കിലും ഉണ്ട്. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഈ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളും അതല്ലാതെ പ്രവേശിക്കുന്ന ആളുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താണെങ്കിലും വ്യത്യാസമുണ്ട്. കാരണം എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിയുന്നവർ ഈ മേഖലയിൽ പ്രവേശിച്ച് പെട്ടെന്ന് തന്നെ അവർ ഇമ്പ്രൂവ് ചെയ്ത് അതുപോലെ ക്ലയൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി നല്ല സാലറിയിലേക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലാതെ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്ത് സർട്ടിഫിക്കേഷനോടുകൂടി ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് അധികം നാൾ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ നല്ലൊരു ലെവലിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റുള്ളൂ. നല്ലൊരു ലെവൽ ഞാൻ ഉദ്ദേശിച്ചത് ഹയർ പൊസിഷനുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും ഡിഗ്രി ഈ വിധ കാര്യങ്ങൾക്കൊരു മാനദണ്ഡമാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ ഹയർ പൊസിഷനിലേക്കും എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, മാനേജർ ആ ലെവലിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നത് വളരെ പെട്ടെന്ന് കമ്പയർ ടു ഡിഗ്രി ഇല്ലാത്തവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കും. അല്ലാത്ത ആളുകൾക്കും ഈ മേഖലകളിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്രം കയറി പറ്റാവുന്ന ഒരു ജോലി, ഒരു മേഖല മാത്രമല്ല ഇത്. കാരണം എഞ്ചിനീയറിംഗ് ഇല്ലാത്തവർക്കും അതുപോലെ +2 കഴിഞ്ഞവർക്കോ SSLC അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞവർക്കോ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ നല്ല രീതിയിലുള്ള ജോലിയിൽ പ്രവേശിക്കാനും വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാർക്കോ ഡിപ്ലോമക്കാർക്കോ മാത്രമുള്ള അവസരമല്ല. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാരും ഡിപ്ലോമക്കാരും മാത്രം പോയാൽ മതി ഈ മേഖലയിൽ രക്ഷപ്പെടാൻ എന്നുള്ള ഒരു ചിന്താഗതി വേണ്ട. അല്ലാത്ത ആളുകൾക്കും സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ മേഖലകളിൽ ജോലി ചെയ്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്.